അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സൈക്കിൾ വ്ളോഗാണ്. അതായത് ഒരു സൈക്കിളിലൊരു യാത്ര. ഈ മഴ സമയത്തൊക്കെ നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് സമയം ഇപ്പം 6:20 6:20 നമ്മൾ സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ സൈക്കിളിലൊരു യാത്ര, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി സൈക്കിൾ വിഷ്വൽസിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ സൈക്കിളുമായിട്ട് പോകണം. നന്ദു ക്യാമറമാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് പോകണം. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഗൈസ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതായത് സൈക്കിളിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളാണ്, റിസ്ക്കാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളിനി കുറേ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഈ മഴ സമയത്ത് ഇങ്ങനെ ഒരു വൈബ് വേറെ ലെവലാണ് കേട്ടോ. അതായത് നോക്കൂ, നന്ദു പുറകെ ഓടി വരുന്നുണ്ട്. നമ്മുടെ ക്യാമറ പിടിക്കാൻ വേണ്ടിയാണ് ഓടി വരുന്നത്. ഇത് നമ്മൾ അവസാനം ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. ഇവിടെ ഒരു നൈസ് തോടുണ്ട്. ആ തോട്ടിലൊക്കെ ഇപ്പോൾ നല്ല വെള്ളമാണ്. മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളമാണ്. ഇവിടെ നിന്ന് നിർത്താം. ഇതൊരു കുളമാണ്. ഈ കുളത്തിലൊക്കെ നല്ല വെള്ളമാണ്. പിന്നെ ഇത് ഇനി അങ്ങോട്ട് കുറച്ച് വഴിയുണ്ട്. ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള സഹദിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കുറച്ച് പോയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാട്ടോ. ഭയങ്കര പാടാണ്. കല്ലുള്ളതുകൊണ്ട് ക്യാമറ തെറിച്ചു പോകല്ലേ. നമുക്കിനി ഇവിടെ നടത്താം. അതായത് ഇവിടെ നമ്മുടെ സഹദിൻ്റെ വീടാണ്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സഹദിൻ്റെ വീടുണ്ട്. അപ്പോൾ നമുക്കിനി സഹദിനെ വിളിച്ചോണ്ട്. അപ്പം ഗൈസ് നന്ദു നമ്മുടെ സൈക്കിള് നമ്മുടെ സഹദിനെ വിളിക്കാൻ വേണ്ടി പോയിട്ട്. പക്ഷേ ഇത് നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഇത് ചുമ്മാ ഒരു എന്താ പറയുക, ഒരു ബോറടി വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. അതായത് ഇത് ജസ്റ്റ് നമ്മളൊരു സൈക്കിൾ യാത്ര അത്ര വരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ മഴ സമയത്തൊക്കെ വേറെ വൈബാണ്. കണ്ടില്ല, ആകാശമൊക്കെ നല്ല കിഡിലനായിട്ട്, അതായത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാലാവസ്ഥയാണിത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ എനിക്ക് വലുതായിട്ട് നമ്മൾ ബോറടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സൈക്കിൾ യാത്ര അത്രേ നമ്മളൊന്നും ചെയ്യുന്നുള്ളൂ. അപ്പം ഗൈസ് നമ്മുടെ നന്ദു ഇവിടെ സഹദിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. സഹദിൻ്റെ വീട്ടിൽ നമ്മുടെ സഹദിനെ വിളിക്കാൻ വേണ്ടി നമ്മുടെ സഹദ് എത്തിയിട്ടുണ്ട്. അതായത് സഹദിൻ്റെ പുതിയ സൈക്കിളാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. സഹദ് എങ്ങനെയുണ്ട് സഹദേ? മഴക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ മൊത്തം കല്ലും ഇതായതുകൊണ്ട് ഭയങ്കര പാടാണ്. നമുക്ക് ഇതേടെ സഹദ ഇവിടുത്തെ തോടൊന്നും നീ പറഞ്ഞു. നമ്മളിവിടെ ട്രാപ്പൊക്കെ ഇട്ടിട്ടില്ലേ, ഒരു ഫിഷ് ട്രാപ്പൊക്കെ, അത് കിട്ടിയല്ലോ? മീനെ വല്ലതും കിട്ടിയാ? കിട്ടിയാ? എന്നാ മീനെ കിട്ടിയ? ഓക്കെ 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 ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. നമ്മളിപ്പോൾ അബൂബക്കറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അബൂബക്കർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ സാധേ നമുക്ക് അങ്ങോട്ടൊക്കെ പോയാലോ? കുറച്ചങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. അപ്പം ഗൈസ് നമുക്ക് പോവാം. റെഡിയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഗൈസ് ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. നമുക്ക് ആ തോടും കാണിച്ചിട്ട് പോവാം. ഇവിടെ തോടുണ്ട്, അത് കാണിച്ചിട്ട് പോവാം. ഇതുണ്ടോ? ഇതൊരു തോടാണ്. പക്ഷേ ഇവിടെ വെള്ളമില്ല. പക്ഷെ അവിടെ വെള്ളമുണ്ട്. ഇതൊരു പഴയ വീടാണ് കേട്ടോ. നല്ല ഇവിടെ കാട് പിടിച്ച് കിടക്കുവാണ് മൊത്തം. ഇതൊരു മെയിൻ വഴിയാണ്. മെയിൻ വഴി എന്ന് പറയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ടുള്ള ഇതൊക്കെ എടുക്കാം. അവസാനം ദിവസം നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താ ഇത് ഞങ്ങളുടെ മെയിൻ റോഡാണ്. അതായത് ബൺ റോഡ് ജംഗ്ഷനാണത്. അവിടെ നിന്നും 3 വഴി, അതായത് അങ്ങോട്ട് ചേർത്തലയ്ക്കും ഇങ്ങോട്ട് വൈക്കം അങ്ങോട്ട് കോട്ടയം, അങ്ങനെ 3 സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞോ? പോവാണോ? അപ്പം നമുക്ക് സഹദിനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാം. അപ്പം പാസ്സാകും. ഗൈസ് അങ്ങനെ അവന്മാർ പോയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.